വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് 10th സ്റ്റേറ്റിലും CBSEയിലെയും ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിങ്ങിലെ അടുത്ത പോർഷനാണ് നോക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ: The current is flow more easily in a thin wire or thick wire in same material. Why? ഒരേ ഒരു സാധനത്തിന്, ഇപ്പോൾ അത് കോപ്പർ ആവട്ടെ എന്തോ ആവട്ടെ, ഏതായാലും സെയിം മെറ്റീരിയലിൻ്റെ തിൻ വയറിലൂടെയാണോ തിക്ക് വയറിലൂടെയാണോ ഈ കറണ്ട് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കട്ടിയുള്ളതിലാണോ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്, കനം കുറഞ്ഞ വയറിലാണോ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും എന്തായിരിക്കും? തിക്ക് വയറിൽ എന്തായിരിക്കും? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും, അല്ലേ? കറണ്ട് വിൽ ഫ്ലോ മോർ ഈസിലി ത്രൂ എ തിക്ക് വയർ. എന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചു, ഏരിയ ക്രോസ് സെക്ഷൻ കൂടുന്ന അനുസരിച്ച് കറണ്ടിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പോൾ എപ്പോഴും കറണ്ട് ഫ്ലോ ഈസി ആവുന്നത് റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി വയർ. ഓക്കെ, ഇനി എന്താണ് കാരണം എന്ന് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ, when the area of cross section of the wire is increases, then the resistance decreases or vice versa. vice versa എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചാണെങ്കിലും എങ്ങനെ വേണം നമുക്ക് ഇതിനെ പറയാം. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ റെസിസ്റ്റൻസ് തിരിച്ച് കൂടും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമുക്ക്. അപ്പോൾ ഏകദേശം ആൻസർ പിടികിട്ടി കാണുമല്ലോ, അല്ലേ? ഓക്കെ, താങ്ക് യു.